അപ്പോൾ കഴിച്ച ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു അടിപൊളി ബീഫ് കറിയാണ്. അപ്പോൾ സാധാ ബീഫ് കറി ഒന്നല്ല, നല്ല വറുത്തരച്ച കിഡിലം ബീഫ് കറി. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇവിടെ ഒരു പാൻ എടുത്തിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത. ഇനി മുളക് പൊടി, പിന്നെ സാധാ മുളക് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇനി മുളക് പൊടി ഒരു 2-3 സ്പൂൺ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള അത്ര മുളക് പൊടി എടുക്കുക. പിന്നെ അതുപോലെ അത്ര തന്നെ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. 4 ടീസ്പൂണ് മല്ലിപ്പൊടിയും അതേപോലെ മുളക് പൊടിയും എടുത്ത് നന്നായി ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ വറുത്തെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം, എന്തെന്ന് പറഞ്ഞാൽ ലോ ഫ്ലെയിമിലിട്ട് വറുത്തെടുക്കും. ഹൈ ഫ്ലെയിമിലിട്ട് വറുത്തെടുത്താൽ ആ വീട്ടിലുള്ള ആർക്കും അവിടെ നിൽക്കാൻ പറ്റില്ല. തുമ്മിയിട്ട് ആ പൊടിയൊക്കെ അങ്ങോട്ട് പാറും. അതുകൊണ്ട് ലോ ഫ്ലെയിമിലിട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കുക. അപ്പോൾ ഒരു മണം വരുന്നവരെ ഒന്ന് വറുത്തെടുക്കുക ലോ ഫ്ലെയിമിൽ. ഇപ്പോൾ നന്നായി വറുത്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് തണിഞ്ഞപ്പോൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മുഴുവനായി ഇട്ട് കൊടുക്കണ്ട, കുറച്ച് ബാക്കി വെക്കണം. ആവശ്യമുണ്ട്, അത് പിന്നെ പറഞ്ഞുതരാം. അവന് കുറച്ച് ബാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ മിക്സ് ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനാവശ്യമായ ഒരു പേസ്റ്റ് രൂപത്തിലാക്കാൻ വേണ്ടിയാണ്. അതിനാവശ്യമായ വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കുക. അപ്പോൾ ഈ രൂപത്തിൽ കിട്ടും. ഇങ്ങനെ കിട്ടണം, നല്ലൊരു പേസ്റ്റായി കിട്ടണം. ഇതാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. അപ്പം നമുക്ക് നായകൻ്റെ അരങ്ങേറ്റമാണ്. നമ്മുടെ ബീഫ് എത്തിയിട്ടുണ്ട്. 1 കിലോ ബീഫാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക. ഇനി 1 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാല പൊടിയാണ്. പിന്നെ ഒരു എരിവിന് വേണ്ടി ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ബാക്കി വെച്ച സാധനമല്ലേ, ആ മിക്സ്, വറുത്ത് വെച്ച മുളക് പൊടിയും മല്ലിപ്പൊടിയും മിക്സ്, അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതാണ് ഇതിൻ്റെ മെയിൻ. എന്നിട്ട് നമുക്ക് വെളുത്തുള്ളി ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇഞ്ചി ചതച്ചതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇതിനാവശ്യത്തിന് ഉപ്പും കൂടെ ചേർക്കുക. ഇനി ആവശ്യത്തിനുള്ള നല്ല ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ കുറച്ച് കൂടുതൽ തന്നെ കറിവേപ്പിലയും കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. സ്പൂണൊക്കെ കയ്യിൽ നന്നായി മിക്സ് ചെയ്തെടുക്കുക. കയ്യിൽ ചെയ്താലേ നന്നായി മിക്സ് ആവത്തുള്ളൂ. അതുകൊണ്ട് കയ്യിൽ നന്നായി മിക്സ് ചെയ്തെടുക്കുക. എല്ലാ ബീഫിനും ആ മസാലയൊക്കെ പിടിക്കും പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ നന്നായി മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇതിനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കുക്കറോ അല്ലെങ്കിൽ സാധാ ചട്ടിയോ എടുക്കാം, കടായോ തന്നെ എടുക്കാം. അപ്പോൾ കുറച്ച് കൂടുതൽ തന്നെ ഉള്ളി എടുക്കണം, കാരണം ബീഫ് കറി ആയതുകൊണ്ട്. ഒരു 4 ചെറിയ സവാള ഞാൻ എടുത്ത് നേരിങ്ങനെ മുറിച്ചെടുത്തിട്ടാണ് ഇതിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഓയിൽ ഒഴിച്ച് ഉള്ളി ഇട്ടിട്ടുണ്ട്. ഇതിന് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് വഴണ്ട് കിട്ടും. ഉപ്പ് ഇപ്പം തന്നെ ചേർത്താൽ. എന്നിട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇനിയാണ് നമുക്ക് കുറച്ച് വെളുത്തുള്ളി ചതച്ചും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് ഇഞ്ചി ചതച്ചും കൂടി ചേർത്ത് കൊടുക്കാം. നേരത്തെ ചതച്ചതിൽ ബാക്കിയുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി കറിവേപ്പില വേണ്ടുവോളം ഇട്ട് കൊടുക്കുക. അപ്പോൾ കറിവേപ്പിലിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ കുറച്ച് കൂടുതൽ തന്നെ ചേർക്കാം കേട്ടോ. നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കാം. ഉള്ളി ഇതൊക്കെ നന്നായി വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ തക്കാളി 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുക. ഒന്ന് ഉടച്ചു കൊടുക്കുക തക്കാളിയൊക്കെ. അപ്പോൾ നന്നായി ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമ്മളെ ബീഫ്, ആ മിക്സ് ചെയ്ത് വെച്ച മാറിനേറ്റ് ചെയ്ത് വെച്ച ബീഫ് അതിലേക്ക് ചേർത്ത് കൊടുക്കുക.
ഇനി നമ്മളെ പട്ട വെക്കുക എന്ന് പറയുന്നില്ലേ, ഏലക്കായി പിന്നെ അതുപോലെ പട്ട ഗ്രാമ്പൊക്കെ ഉള്ള ഉണ്ടെങ്കിൽ മാത്രം കുറച്ച് ചേർത്ത് കൊടുക്കുക. കാരണം അതിൻ്റെ ഫ്ലേവറൊക്കെ ഇഷ്ടമാണെങ്കിൽ, കാരണം നമ്മൾ ഗരം മസാലപ്പൊടി ഓൾറെഡി ചേർത്തിട്ടുണ്ട്, അപ്പോൾ അതും കൂടി ചേർത്താൽ അതിൻ്റെ കറക്റ്റ് ഫ്ലേവർ കിട്ടും. അതുകൊണ്ടാണ് ചേർത്ത്. അപ്പോൾ അതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യുക, പൊടിയാകരുത്. എന്നിട്ട് നമ്മൾ അരപ്പുണ്ടല്ലോ, നേരത്തെ അരച്ച് വെച്ച അരപ്പ്, മല്ലിപ്പൊടിയും മുളക് പൊടിയും വറുത്തരച്ചത്, അത് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക ഇപ്പോൾ തന്നെ. എന്നിട്ട് അതിൽ കുറച്ച് വെള്ളം എടുത്ത് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം. വെന്ത് വരുമ്പോൾ ബീഫിൻ്റെ വെള്ളം കൂടെ ഇറങ്ങിക്കോളും. അതുകൊണ്ട് കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ മസാലയൊക്കെ ഒന്ന് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കുക ബീഫിൽ. ഒന്ന് പൊടിയായി പോരുത് ബീഫൊന്നും. ഇനി എന്താ, അടച്ചു വെച്ച് വേവിക്കാൻ. ഇപ്പോൾ നന്നായി വെന്ത് വന്നിട്ടുണ്ട്. ആ ബീഫിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി നല്ല പേസ്റ്റ് ആയിട്ടുണ്ട്. ഇത് ഞാനൊരു 5-6 വിസിൽ വരെ വേവിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ മുകളിൽ കറിവേപ്പിലയും കൂടെ ചേർത്ത് അടിച്ചു വെച്ചാൽ ബീഫ് കറി റെഡി. അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ